ലോകമെമ്പാടുമുള്ള മലയാളികൾ ദുബായിയെ ഉറ്റുനോക്കുന്നു. ദുബായ് റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നമ്പർ 1, ലോകത്തെ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം ദുബായ് ആണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിയാൽ അതിൽ ഏറ്റവും ഹൈ ഈൽഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ദുബായിൽ തന്നെയാണ്. മറ്റൊന്ന്, ഓരോ വർഷം കഴിയുന്നവരെ നമ്മൾ പറയും ദുബായിൽ റെന്റ് കൂടി വരുന്നവർ. അത് തന്നെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റും. ഈ വർഷം 80,000 ഒരു വർഷം കിട്ടുന്നതെങ്കിൽ അടുത്ത വർഷം 90,000 1 ലക്ഷം ആകുമ്പോൾ അത്രയധികം അതിന്റെ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഈൽഡ് കൂടുന്നു. അതേപോലെ തന്നെ അപ്രിസിയേഷനും നന്നായിട്ട് തന്നെ കൂടുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. മറിച്ച് ഇപ്പോൾ വേറെ എവിടെയാണെങ്കിലും, യൂറോപ്പിലാണ്, മറ്റു രാജ്യത്താണ്, പലയിടങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ ഇൻകം ടാക്സ്, പിന്നെ എക്സിറ്റ് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് പോലും നമുക്കതിന്റെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദുബായിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, റെസിഡൻസി ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. വിസകൾ, അതായത് തന്നെ ഗോൾഡൻ വിസ, അങ്ങനെയുള്ള റെസിഡൻസി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾക്ക് ഇത് നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആയിട്ട് വെക്കാമെന്നുള്ള വലിയൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. UAE ആൻഡ് എസ്പെഷ്യലി ദുബായ് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ദുബായിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇനി അതുമല്ല 1 ലക്ഷം ദിർഹംസ് മാത്രം നിങ്ങളുടെ കയ്യിലുള്ളൂ, നിങ്ങൾക്കൊരു ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണർ ആവണമെങ്കിൽ എങ്കിലും നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. arabzone.ae എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. മുനീർ അൽ വഫ വിത്ത് ലവ്.